ഹായ്ടാ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഈ സൺഡേ ഞങ്ങളൊന്ന് പുറത്തു പോയി. പ്ലാനിങ് ഒന്നുമില്ലാതെ പെട്ടെന്ന് തീരുമാനിച്ചു പോയതാണ്. വേറെ എങ്ങോട്ടുമല്ല, എറണാകുളമാണ് പോയത്. അപ്പം തന്നെ ഊഹിക്കാലോ എങ്ങോട്ടാ പോയതെന്ന്. അതെ, നിങ്ങൾ ഗസ്റ്റ് ചെയ്തത് തന്നെയാണ്. സുഭാഷ് പാർക്കിലേക്കും അവിടുന്ന് പിന്നെ മറൈൻ ഡ്രൈവിലേക്കും യാത്ര പോകുന്ന കാര്യത്തിൽ എന്നെപ്പോലെ തന്നെയാണ് കുഞ്ഞിനും. എനിക്കിങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടു നടക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അതുപോലെ തന്നെയാണ് കുഞ്ഞിനും. എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ ആദ്യം റെഡിയായി നിൽക്കുന്നത് ന്യൂനൂസാണ്. അപ്പോഴുള്ള സന്തോഷം ഒന്ന് കാണണം. അതുപോലെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ് വണ്ടിയുടെ മുമ്പിൽ ഇതുപോലെ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് പോകാൻ. അവളുടെ ഇരിപ്പ് കണ്ട വണ്ടിയുടെ കൺട്രോൾ മുഴുവൻ ന്യൂനൂസിന്റെ കയ്യിലാണെന്ന് തോന്നും. അവിടെ ചെന്നപ്പോൾ തന്നെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ആദ്യം തന്നെ ആള് കണ്ടു. അതാണ് ഈ ചൂണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാ പോകണ്ടേന്നുള്ളത്. വാ അങ്ങോട്ട് പോവാന്നാണ് ആളിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് ഇങ്ങോട്ട് പോകാമെന്ന് തീരുമാനിക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ആകുമ്പോൾ ന്യൂനൂസിന് കളിക്കാൻ പറ്റിയ പ്ലേസുമാണ്. ഞങ്ങൾക്ക് കുറച്ച് നേരം സംസാരിച്ചിരിക്കാൻ പറ്റിയ സ്ഥലവുമാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ അച്ഛയും മോളും അടിയായി. ന്യൂനൂസിന് ആദ്യം കളിക്കാൻ പോകണം, ബേബിക്കാണെങ്കിൽ കുറച്ചു നേരം എവിടെയെങ്കിലും ഒക്കെ നടന്നിട്ട് കളിക്കാൻ വിടാമെന്നും. അവസാനം ന്യൂനൂസിന്റെ ആഗ്രഹം തന്നെ നടന്നു. കളിക്കാനാണ് ആദ്യം പോയത്. അവളെയും തെറ്റു പറയാൻ പറ്റില്ല. കുഞ്ഞല്ലേ, കളിച്ചു നടക്കേണ്ട പ്രായമല്ലേ. അങ്ങനെ അവൾ ഓരോന്നിലും കയറി ഇറങ്ങി കളിക്കാൻ തുടങ്ങി. ഞങ്ങൾ അതൊക്കെ കണ്ട് ഓരോന്ന് സംസാരിച്ച് അവളെ കാണാൻ പാകത്തിന് മാറിയിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾ കായലിന്റെ സൈഡിലേക്ക് പോയി. ഉച്ച സമയം ആയതുകൊണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. എത്രയൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും അത് സാമ്പത്തികമാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഇടയ്ക്കൊക്കെ ഇതുപോലെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഇതൊക്കെ ജീവിതത്തിൽ ആസ്വദിക്കാതെ കുറേ നാൾ പണിയെടുത്ത് ജീവിച്ച് മരിച്ചിട്ട് എന്ത് കാര്യം എന്ന് ചിന്തിക്കുന്ന ആൾ കൂടിയാട്ടോ ഞാൻ. ഇതൊക്കെ ദൂർത്താണെന്ന് പറയുന്ന ചില മണ്ടന്മാരും ഉണ്ട്. അവരോടൊക്കെ എന്ത് പറയാനാ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ കുറെ ബാധ്യതകളുടെയും പ്രാരാബ്ദങ്ങളുടെയും പേരിൽ നമുക്ക് വേണ്ട പരിഗണനകൾ പോലും സ്വയം നൽകാതെ ഇങ്ങനെ നെട്ടോട്ടോടി ജീവിതം ജീവിച്ചു തീർത്തിട്ട് എന്ത് പ്രയോജനം ഉണ്ടെന്ന് ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ശരിയാണ്, മക്കൾക്ക് വേണ്ടി, നല്ല നാളേക്ക് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിനിടയിൽ നമ്മൾ നമ്മളെ സ്വയം സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയും കുറച്ച് സമയം കണ്ടെത്തണം. വൈകുന്നേരം ആയപ്പോഴേക്കും മറൈൻ ഡ്രൈവിലേക്ക് എത്തി. അവിടെയും സാഹചര്യം ഒരുപോലെയായിരുന്നു. ഒരുപാട് മനുഷ്യർ, നമ്മളെപ്പോലെ തന്നെ കിട്ടുന്ന നിമിഷം മനോഹരമാക്കാൻ ശ്രമിക്കുന്ന കുറേ അധികം മനുഷ്യർ. അങ്ങനെ ഓരോരുത്തരെയും കണ്ട് അവിടെ നടക്കുന്ന ഓരോ കാഴ്ചകളും കണ്ട് സൂര്യൻ അസ്തമിക്കുന്നത് നോക്കി കുറേ നേരം അവിടെ ഇരുന്നു. നല്ല ഭംഗിയാണ് സൂര്യൻ താഴുന്തോറും വെള്ളത്തിലും ആ മഞ്ഞ നിറം അലിഞ്ഞു ചേരുന്നത് കാണാൻ.